ഞങ്ങളിപ്പോൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓണമല്ലേ, അപ്പോൾ ഓണത്തിൻ്റെ പർച്ചേസിംഗ് ഒക്കെ നടത്താനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ച് ടൈം കൂടി ഉണ്ട്. അപ്പോൾ തന്നെ ബീച്ചിലോട്ട് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് ബീച്ചിലോട്ട് പോവാണ്. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരാത്തതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇവർ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് ഇവർക്ക് ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. പക്ഷേ അത് ഈ ബീച്ചിലല്ല, അത് വേറെ സൈഡിലാണ് പോണത്. അപ്പോൾ ഇവിടെ ബീച്ചിൽ ഇറങ്ങി കളിക്കില്ല, സൈഡിൽ മണ്ണിലൊക്കെ ഇരുന്ന് കളിക്കാനായിട്ട് വരുവാണ്. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ വരാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വന്നിരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് സൈഡിൽ വന്നിരിക്കാനായിട്ട്. ഞങ്ങൾ പിള്ളേരെ കളിക്കുമ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പിള്ളേർ എൻജോയ് ചെയ്യും. അവർ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം. അവർക്ക് ഈ കളിക്കാനുണ്ടെങ്കിൽ അവരവിടെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ ഞാനും സുജനും കൂടി ഒരു വർത്തമാനം പറഞ്ഞ് ഇവരുടെ കളിയൊക്കെ കണ്ടിരിക്കും. മെയിൻലി നമുക്ക് ഇവിടെ വന്ന നല്ലൊരു റിലാക്സേഷനാണ്. നമുക്കിങ്ങനെ എന്താ പറയുക അല്ലേ, സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പിള്ളേരാകുമ്പോൾ അവരുടെ വഴിക്ക് അവർ കളിച്ചുകൊണ്ട് നടന്നോളും. ഇപ്പം ഞങ്ങളാണേലും ഇങ്ങനെ വർത്തമാനം നമ്മുടെ പഴയ കാര്യങ്ങൾ തുടങ്ങി ഇങ്ങനെ ഇരുന്ന് പറയും. പറഞ്ഞതൊക്കെ തന്നെയാണെങ്കിലും വീണ്ടും വീണ്ടും പാസ്റ്റൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. കുറേ ഓർമ്മകളുണ്ടല്ലോ നമുക്ക്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പണ്ടത്തെ നമ്മളും ഇപ്പോഴത്തെ നമ്മളും ചേഞ്ചസ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എന്താ പറയുക, എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ്. കാരണം ഇപ്പം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ലൈഫിൽ കുറേ സ്ട്രഗിൾസ് വന്നു. നമുക്ക് കുറേ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് അപ്പോൾ തുടങ്ങിയുള്ളൊരു തോട്ടാണ്. എൻ്റെ അടുത്ത് കുറേ നാൾ മുന്നേ തുടങ്ങി, ഒരു 1 ഇയർ ആയിട്ട് ഈ ഞാൻ പറയാറുണ്ട്, നീ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട് എന്നൊക്കെ. പക്ഷേ എനിക്ക് അപ്പോഴൊന്നും എനിക്ക് അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി. അപ്പോഴത്തേനും ഞാനോർത്ത് അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ, നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റ്സ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയുള്ള നോക്കുവാണെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ട്. പിള്ളേരുടെയൊക്കെ ചെറുതിൽ തുടങ്ങിയുള്ള വീഡിയോയും ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം നമ്മൾ പെൻ ഡ്രൈവിലൊക്കെ ആക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത് അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് തുടങ്ങുവാണെങ്കിൽ ഇതൊക്കെ ചാനലിൽ ഇങ്ങനെ കിടക്കുമല്ലോ, നമ്മുടെ നല്ല മൊമെൻറ്റ്സുകൾ അല്ലേ, സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത് തന്നെ. അത് ലൈഫ് മുൻപോട്ട് പോകുമ്പോൾ നമുക്കൊരു തിരിച്ചറിവുകൾ വരുമല്ലോ അല്ലേ. അങ്ങനെ കുറച്ച് അനുഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് തോന്നിയത്. അപ്പോൾ ഈ ബീച്ചിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനിയിപ്പം ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. ബീച്ചിൽ നിന്ന് ഇവർ വരാൻ റെഡിയല്ലായിരുന്നു. പിന്നെ ഡിന്നറെന്ന് കേട്ടത് കൊണ്ടാണ് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ ഒരു 11 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തി. ഇനിയിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേനുള്ള ഓരോരോ ഇതാണ് കേട്ടോ കാണുന്നത്. ഇവരുടെ രണ്ടുപേരുടെ ഓപ്പോസിറ്റ് സൈഡിലൊരു മിറർ ഇരിപ്പുണ്ട്. ഇവർ ആ മിററിൽ നോക്കിക്കൊണ്ടാണ് ഈ ഫേസ് വെച്ച് ഓരോന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈം. അപ്പം ചുമ്മാ ഇരിക്കാൻ വയ്യ, ഞങ്ങൾക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. വെറുതെ ഇരുന്നാൽ ബോറടിക്കും. നമുക്ക് അങ്ങ് എന്താ പറയണ്ടേ, വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ കാണിച്ചും ഇതൊക്കെ ഇരിക്കുമ്പോഴത്തേന് ആ ഒരു ടൈം ഫുഡ് വരാനുള്ള ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ, ഫുഡ് നോക്കിക്കൊണ്ട് ഇങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമുക്കങ്ങ് ടയേർഡായി പോകും. അത് ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾക്കങ്ങ് ബോറടിക്കും. അപ്പം ഞങ്ങളത് ബോറടീനെ നമ്മളിങ്ങനെയൊക്കെ അങ്ങോട്ട് മാറ്റും. ഇവനാണെങ്കിൽ ഓവർ ആക്ടിങ് കേട്ടോ. മോനിങ്ങനെ തൊട്ട ഉടനെ തന്നെ ഭയങ്കര വേദനയും ഭയങ്കര, നമ്മൾ കളിപ്പിക്കും തോറും അവനെ കൊഞ്ചിപ്പിക്കും തോറും അവനങ്ങോട്ട് ഭയങ്കര ആക്ടിങ്ങുകളൊക്കെ കൂടും. തൊട്ടാ വേദന, ആ വേദന ഈ വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ ഇട്ട് പിരികേറ്റിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേനും ആ സമയമൊക്കെ ആയപ്പോഴത്തേനൊരു എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ട്, 10 മിനിറ്റ്സ് എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ കഴിച്ച്, അപ്പോൾ ഒരാൾക്ക് ഫ്രൈഡ് റൈസ് കഴിക്കണം, മോൾക്ക് ഫ്രൈഡ് റൈസ് കഴിക്കണം എന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചു. ഫുഡെല്ലാം കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രൈഡ് റൈസ് കഴിച്ച സ്ഥലത്തത് അത്ര പോരായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ നല്ല ടേസ്റ്റ്, സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിനി തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. ആക്ച്വലി നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് കേട്ടോ, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഇവിടുന്ന്. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ സന്തോഷങ്ങൾ കണ്ടെത്തുക. ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും സന്തോഷങ്ങൾ കണ്ടെത്തി ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുക.